നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20-ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20-ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. കന്നിരാശിയിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദക്കാരും അത്തം, ചിത്തിര 1, 2 പാദക്കാർക്ക് ഈ 2025 വിഷു വർഷം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഉത്രം 2, 3, 4 പാദക്കാർ വരുന്നത് കന്നിരാശിയിലാണ്. ചിലവർക്ക് അവരുടെ നക്ഷത്രങ്ങളുടെ പാദം അറിയാത്തത് കൊണ്ട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷു വർഷക്കാലം തന്നെയാണ് കന്നിരാശിക്കാർക്ക് 2025. വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉളവാകുന്നൊരു കാലഘട്ടമാണ്. സാമ്പത്തിക രംഗങ്ങളൊക്കെ വളരെ താറുമാറാവുകയും അത് പിടിച്ചെടുക്കാനായിട്ട് തിരിച്ചു പിടിക്കാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയും കഷ്ടപ്പാടുകയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാനായിട്ട്, ലയബിലിറ്റിയൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾ രാപകലില്ലാതെ കഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നിരുന്നവരൊക്കെ നിങ്ങൾ സഹായിക്കാതെ ആശ്രയം തരാതെ പിന്മാറുന്നതും, അതുകൊണ്ട് സാമ്പത്തിക രംഗം വളരെയേറെ വഷളാവുന്നൊരു കാലഘട്ടമാണ്. തൊഴിൽ തേടി വിദേശത്ത് പോയവർക്കൊക്കെ ധാരാളം പണച്ചെലവുകൾ വന്നുപെടാം. ഉദ്ദേശിച്ച തരത്തിൽ തൊഴിൽ ലഭിക്കാതെ വരുന്നത് കൊണ്ട് ധാരാളം പണച്ചെലവുകളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. ധനനഷ്ടം, യാത്രാ ചെലവുകൾ, യാത്രാക്ലേശം ഇതൊക്കെ വന്നുപെടുന്നൊരു കാലയളവാണ്. IT രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്, സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ ജോലിയിൽ മികവ് കാണിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വീഴ്ചകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും ഏകീകരിക്കാനും ഒരുമിച്ച് കൊണ്ടുപോകാനും ശ്രദ്ധിക്കുക. വർഷാവസാനം വളരെയേറെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് വന്നു പെടുന്നുണ്ട് ഈ കന്നിരാശിക്കാർക്ക്. വർഷാവസാനം നിങ്ങൾക്ക് കൂട്ടി നോക്കുമ്പോൾ ബാധ്യതകൾ മാത്രം വന്നു ചേരുന്നൊരു വർഷമായിരിക്കും ഈ വിഷു വർഷം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ സാമ്പത്തിക രംഗമൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. സന്താനങ്ങളുടെ ഉന്നത പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പണം കടം വാങ്ങി കുട്ടികളെ സന്താനങ്ങളുടെ ഉന്നത പഠനത്തിനൊക്കെ അയക്കുന്നുണ്ടെങ്കിലും അത് വിചാരിച്ച തരത്തിലൊരു ലാഭത്തിലേക്ക് എത്തിപ്പെടുന്നതല്ല, വിചാരിച്ച തരത്തിലുള്ള നേട്ടങ്ങളൊന്നും. കാരണം പഠനമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാതെ തിരികെ വരേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുപെടാം. തീർച്ചയായിട്ടും ഈ വർഷാവസാനം നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു ചേരുന്നത് കൊണ്ട് സാമ്പത്തിക രംഗത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുക. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കുമൊക്കെ നല്ല ഒരു കാലം തന്നെയാണ് ഈ കന്നിരാശിക്കാർക്ക്. എങ്കിലും നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക രംഗം താറുമാറാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്തെ തൊഴിലാളികളൊക്കെ ചിലപ്പോൾ ചില അലോസരങ്ങളൊക്കെ വരുത്തി വച്ചേക്കാം. വ്യാപകമായിട്ടുള്ള തൊഴിൽ ചർച്ചകൾ നിങ്ങൾക്ക് ഏർപ്പെടേണ്ടതായിട്ട് വരാം. തൊഴിൽശാലകളൊക്കെ നടത്തുന്നവർക്ക് തൊഴിൽ ചർച്ചകളിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരാം. കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വിജയം കൈവരിക്കാനായിട്ട് അശ്രാന്ത പരിശ്രമം ചെയ്യുന്നത് നന്നായിരിക്കും.